Welcome dear children, welcome to your maths class. Last class നമ്മൾ അരിത്മെറ്റിക് സീക്വൻസസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടേം ആയിട്ടുള്ള ഫസ്റ്റ് ടേം എന്താണെന്ന് മനസ്സിലാക്കി, ഫസ്റ്റ് ടേമിനോട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഫസ്റ്റ് ടേമിന് നമ്മൾ എഫ് എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ എങ്ങനെ സീക്വൻസ് എഴുതും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 3 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2. Then write the arithmetic sequence. That means arithmetic sequence implies ഫസ്റ്റ് ടേം നമുക്കറിയാം 3 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ നമ്മൾ 3ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ 3, then 3 plus 2 5, then 5 plus 2 7, then 7 plus 2 9, etc. അതായത് 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Then another sequence, f is equal to 4 and d is equal to 4. Here the first term and the common difference are the same. So the arithmetic sequence implies 4, first term is 4, then 4 plus 4 which is 8, then 8 plus 4 which is equals 12, then 12 plus 4 16, etc. അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഈക്വൽ ആവുന്ന സമയത്ത് ഫസ്റ്റ് ടേമിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്താണോ അതിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സീക്വൻസ് ആയിട്ട് അത് വരുന്നു. ദെൻ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 5 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു -1. ഹിയർ ദ കോമൺ ഡിഫറൻസ് ഇസ് എ നെഗറ്റീവ് നമ്പർ. സോ അരിത്മെറ്റിക് സീക്വൻസ് ഇംപ്ലൈസ് ഫസ്റ്റ് ടേം ഇസ് 5, then 5 plus -1, common difference d is equal to -1, which means the second term is first term plus the common difference, that is 5 plus -1, that means 5 minus 1. What is 5 minus 1? It is 4. Then 3, 2, 1, etc. That is, when the common difference is a negative number, the sequence is a ഡിക്രീസിങ് സീക്വൻസ്. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആവുന്ന സമയത്ത് സീക്വൻസ് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും, കുറഞ്ഞു വരുന്ന സീക്വൻസ് ആയിരിക്കും, അല്ലേ? അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ അനദർ വൺ, എഫ് ഇസ് ഈക്വൽ ടു 4, ഡി ഇസ് ഈക്വൽ ടു 1/2. ഹിയർ ദ കോമൺ ഡിഫറൻസ് ഇസ് എ ഫ്രാക്ഷൻ. വാട്ട് വിൽ ഹാപ്പൻ? അരിത്മെറ്റിക് സീക്വൻസ് ഇംപ്ലൈസ് 4, then 4 plus half, which means 4 and half. Then 4 and half plus half, that is 5. Then 5 plus half, 5 and half, etc. is the required sequence. Then another sequence, f is equal to 3, d is equal to 0.1. So the arithmetic sequence implies the starting term or the first term is 3, which means 3, then 3 plus 0.1 which is equals 3.1. Then 3.1 plus 0.1, that is 3.2, then 3.3, etc. Then f is equal to 5, d is equal to √2. Here the common difference is an irrational number. ഫസ്റ്റ് ടേം ഒരു റാഷണൽ നമ്പറാണ്, കോമൺ ഡിഫറൻസ് ഇറാഷണൽ നമ്പറാണ്. ദെൻ ദ റിക്വയർഡ് അരിത്മെറ്റിക് സീക്വൻസ് ഇംപ്ലൈസ് 5ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, 5, ദെൻ √2 ആഡ് ചെയ്യണം, വിച്ച് മീൻസ് 5 plus √2. 5 റാഷണലും √2 ഇറാഷണലുമാണ്. നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പും ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് നമ്പേഴ്സ് വരുന്നില്ല. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, 5, 5 plus √2. വീണ്ടും നമുക്ക് √2 ആഡ് ചെയ്യാം, വിച്ച് മീൻസ് 5 plus 2 √2.
then 5 plus 3 root 2, etc. This is the required arithmetic sequence. അപ്പോൾ ഈ രൂപത്തിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റണം. അപ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും സെയിം ആവുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ പറഞ്ഞു. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആവുന്ന കണ്ടീഷനിൽ ആ ഒരു കേസിൽ ഡിക്രീസിങ് സീക്വൻസ് ആണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കി. കോമൺ ഡിഫറൻസ് ഫ്രാക്ഷനായിട്ട് വരുന്ന കണ്ടീഷൻ പറഞ്ഞു, അതുമാതിരി ഡെസിമൽ നമ്പറായിട്ട് വരുന്ന കണ്ടീഷൻ പറഞ്ഞു. ഈവൺ കോമൺ ഡിഫറൻസ് റാഷണൽ നമ്പർ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഡിഫറൻറ്റ് സീക്വൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ അറിയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ എങ്ങനെ സീക്വൻസ് എഴുതും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത്, ഒരു സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേംസ് തന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി റൈറ്റ് ദറ്റ് സീക്വൻസ്? അതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ട് ടേംസ് നമുക്ക് തരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് x1. ഫസ്റ്റ് ടേമിന് നമുക്ക് x1 എന്ന് എഴുതാം. x1 is equal to 1 and x2 is equal to 13. Here the first term and the second term are given. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമുമാണ് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ സീക്വൻസ് എഴുതുക? നേരത്തെ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടേമിൽ സ്റ്റാർട്ട് ചെയ്യാം. 1, 13, 2 ടേംസേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു സീക്വൻസ് എഴുതുമ്പം മിനിമം ഒരു 4 ടേംസ് എങ്കിലും നമ്മൾ എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസിലേക്ക് പോകേണ്ടതുണ്ട്. ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഹിയർ ഡി ഈസ് ഈക്വൽ ടു, ഡി കിട്ടാൻ നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. 13 minus 1 which is equals 12. So here the common difference is 12. അപ്പോൾ 12 ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് 1 plus 12 13, then 13 plus 12 25, then 25 plus 12 37, etc. which is the required sequence. ഇത് നമുക്ക് അഡ്ജസൻറ്റ് ടേംസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും വളരെ എളുപ്പത്തിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സീക്വൻസ് എഴുതാനും പറ്റും. നെക്സ്റ്റ് വൺ നോക്കൂ. ഹിയർ ദ ഫസ്റ്റ് ടേം ഇസ് 1 ആൻഡ് ദ തേർഡ് ടേം ഇസ് ഈക്വൽ ടു 13. ഇവിടെ നമുക്ക് അഡ്ജസൻറ്റ് ടേംസ് അല്ല തന്നിട്ടുള്ളത്, ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ടേംസ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേം. ഇതിൽ നിന്ന് നമ്മളെങ്ങനെ സീക്വൻസ് എഴുതും എന്നുള്ളതാണ്. സോ സീക്വൻസ് ഞാൻ ഫസ്റ്റ് ടേം ഇസ് 1, സെക്കൻഡ് ടേം ഇസ് നോട്ട് ഗിവൺ. അപ്പോൾ അവിടെ ഞാൻ ഡാഷ് ഇട്ടു. ദെൻ തേർഡ് ടേം ഇസ് 13. ബാക്കിയുള്ള ടേംസ് ഒന്നും നമുക്കറിയില്ല. എങ്ങനെയാണ് ടേംസിലേക്ക് നമ്മൾ പോകും? നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് പോകാനും we have to add another common difference. That means ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ തേർഡ് ടേമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് we have to add 2 common differences. ശരിയല്ലേ? ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് എത്താൻ, ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്ക് പോകാൻ നമ്മളൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ സെക്കൻഡ് ടേമിൽ നമ്മൾ തേർഡ് ടേമിലേക്ക് പോകാൻ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ 2 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഹിയർ നമ്മൾ 1നോട് എന്ത് ആഡ് ചെയ്താലാണ് 13ലേക്ക് എത്തുന്നത്? ദാറ്റ് ഈസ് 13 minus 1 അല്ലേ? 1നോട് എന്ത് ആഡ് ചെയ്താലാണ് 13ലേക്ക് എത്തുക? 13 minus 1 which is equals 12. 12 ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് എത്താൻ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇവിടെ 1 നിന്ന് 13ലേക്ക് വരാൻ വേണ്ടിയിട്ട് 12 ആണ് ആഡ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് 2 കോമൺ ഡിഫറൻസ് 2d is equal to 12. That is d is equal to 12 by 2 which is equals 6. ആദ്യത്തെ കേസിൽ അഡ്ജസൻറ്റ് ടേംസ് ആയിരുന്നു, അതുകൊണ്ട് 1d is equal to 12. d 12 ആയിട്ട് മാറി. ഇവിടെ അഡ്ജസൻറ്റ് കേസ് ടേംസ് അല്ല തന്നിട്ടുള്ളത്, ഇവിടെ ഓൾട്ടർനേറ്റ് ടേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2 കോമൺ ഡിഫറൻസസ് ആണ് ആഡ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് 2d is equal to 12, that is d is equal to 6 അല്ലേ?
ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കേസ്. അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് എഴുതാം. 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ കോമൺ ഡിഫറൻസ് 6 ആണ്. 6 ആഡ് ചെയ്യുന്നു. 1 + 6 7. ദെൻ 7 + 6. വാട്ട് ഇസ് 7 + 6? 13. Then 13 + 6. 13 + 6 is 19, etc. is the required sequence. Then വേറൊരു കേസ് നോക്കൂ. ഫസ്റ്റ് ടേം is equal to 1 and the common difference, and the fourth term is equal to 13. First term is 1 and the fourth term is 13. ഇവിടെ alternate terms അല്ല, കുറച്ച് വിട്ടുള്ള ടേംസ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് 1, ഡാഷ്, ഡാഷ്, 13 അല്ലേ, എക്സെട്ര. അടുത്തടുത്ത ടേംസ് അല്ല. ഇവിടെ ഫസ്റ്റ് ടേം ആണ് തന്നത്, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം തന്നിട്ടില്ല, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഫോർത്ത് ടേം ആണ്. ഇതിന്ന് നമ്മളെങ്ങനെ സീക്വൻസിലേക്ക് പോകുന്നുള്ളതാണ്. സോ നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്ക് വരാൻ വേണ്ടി നമ്മളൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് പോകാൻ വീണ്ടും നമ്മളൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. തേർഡ് ടേമിൽ നിന്ന് ഫോർത്ത് ടേമിലേക്ക് പോകാൻ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ ഫോർത്ത് ടേമിലേക്ക് പോകാൻ വി ഹാവ് ടു ആഡ് 3 കോമൺ ഡിഫറൻസസ്. 1ൽ നിന്ന് നമ്മൾ 13ലേക്ക് എത്താൻ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 12 ആണ് ആഡ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് 3d is equal to 12. ദാറ്റ് ഇസ് d is equal to 12/3 which is equals 4. 4 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് സീക്വൻസ് എഴുതാൻ പ്രയാസമില്ല. therefore sequence is 1, then 4 ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 1 + 4 5, 5 + 4 9, 9 + 4 13, etc. ഇതാണ് നമുക്ക് വേണ്ട സീക്വൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ടേം അല്ലാത്ത 2 ടേംസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സീക്വൻസ് എഴുതുന്നത്, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമുക്ക് ആ ഫസ്റ്റ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ടേമും സീക്വൻസിൽ മറ്റൊരു ടേമും തന്നു കഴിഞ്ഞാൽ എങ്ങനെ സീക്വൻസ് എഴുതുന്നുള്ളതാണ്. ഫസ്റ്റ് ടേം ആൻഡ് സെക്കൻഡ് ടേം, ദെൻ ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേം, ദെൻ ഫസ്റ്റ് ടേം ആൻഡ് ഫോർത്ത് ടേം, ആ രൂപത്തിലാണ് വന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടേം അല്ലാത്ത 2 ടേംസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി റൈറ്റ് ദറ്റ് സീക്വൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 10 and the 7th term is 30. Write the sequence. ഞാൻ ആ സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ല, സെക്കൻഡ് ടേം തന്നിട്ടില്ല, ദെൻ തേർഡ് ടേം 10, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത്ത് ടേം ഇസ് 30 ഡാഷ് എക്സെട്ര. ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. ഇവിടെ നമുക്ക് തേർഡ് ടേമും 7th ടേമുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം തേർഡ് ടേമിൽ നിന്ന് ഫോർത്ത് ടേമിലേക്ക് നമ്മളൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫോർത്ത് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേമിലേക്ക് പോകാൻ വി ഹാവ് ടു ആഡ് അനദർ കോമൺ ഡിഫറൻസ്. ദെൻ ഫിഫ്ത്ത് ടേമിൽ നിന്ന് സിക്സ്ത് ടേമിലേക്കും ഒരു കോമൺ ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ സിക്സ്ത് ടേമിൽ നിന്ന് 7th ടേമിലേക്കും കോമൺ ഡിഫറൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് we have to add 4 common differences to the third term to get the 7th term. തേർഡ് ടേമിനോട് 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ 7th ടേമിലേക്ക് എത്തുന്നത്. അത് 4 ആണെന്ന് നമ്മൾക്ക് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാവും? 3നോട് എന്ത് ആഡ് ചെയ്താലോ 7 വരുന്നത് നോക്കിയാൽ മതി അല്ലേ. തേർഡ് ടേമും 7th ടേമുമാണ്. 3നോട് നമ്മൾ 4 ആഡ് ചെയ്യുമ്പോഴാണ് 7, അല്ലെങ്കിൽ 7 നിന്ന് 3 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 7 മൈനസ് 3, അത്രയും ഡീസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, വിച്ച് മീൻസ് 4d. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ പൊസിഷൻസിൻ്റെ ഡിഫറൻസ് ആണ്. 7th ടേമിൻ്റെ പൊസിഷനാണ് 7, തേർഡ് ടേമിൻ്റെ പൊസിഷനാണ് 3. ആ പൊസിഷൻ ഡിഫറൻസ് ആണ് 7 മൈനസ് 3, ദാറ്റ് ഇസ് 4. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എത്രയാണോ അത്രയും ഡീസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ 10ൽ നിന്ന് 30ലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 10നോട് എന്ത് ആഡ് ചെയ്താലാണ് 30ലേക്ക് നമ്മൾ എത്തുന്നത്? ദാറ്റ് ഈസ് 20. അത് കിട്ടാൻ വേണ്ടി നമ്മൾ 30ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ മതി. 30 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽസ് 20. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എഴുതാം. ഹിയർ 4d ഈക്വൽസ് 20, which means d is equal to 20 by 4, which is equals 5. നമ്മൾ d കാൽക്കുലേറ്റ് ചെയ്തു. നേരത്തെ പ്രോബ്ലംസിലൊക്കെ ചെയ്ത പോലെ തന്നെ d കാൽക്കുലേറ്റ് ചെയ്തു. d കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? നമുക്ക് 10ൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 10 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് പോകേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ടേം x1 is equal to തേർഡ് ടേമെന്ന് നമ്മൾ 2 കോമൺ ഡിഫറൻസസ് മൈനസ് ചെയ്താൽ മതി. നമുക്കറിയാം ഫസ്റ്റ് ടേമിനോട് 2 കോമൺ ഡിഫറൻസസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേമിലേക്ക് എത്തുന്നത്. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തേർഡ് ടേം എന്നൊരു 2 കോമൺ ഡിഫറൻസസ് നമ്മൾ മൈനസ് ചെയ്യണം. വിച്ച് മീൻസ് വാട്ട് ഇസ് ദ തേർഡ് ടേം? തേർഡ് ടേം ഇസ് 10. 10 minus 2 into 5, which is 10 minus 10, which is 0. That is, here the third term, here the first term is 0. First term is 0, so arithmetic sequence implies 0, then 0, then 5 add ചെയ്യുന്നു. That is 0 plus 5, 5. വീണ്ടും 5 ആഡ് ചെയ്യുന്നു. 10, 15, എക്സെട്ര. 0, 5, 10, 15, എക്സെട്ര. ഇങ്ങനെ നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി വേറെ കുറച്ചും കൂടെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള 2 ടേംസ് നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ ഫിഫ്ത്ത് term of an arithmetic sequence is 23. Fifth term is 23. Then 16th term is 56. ഈ ഒരു സീക്വൻസ് നോക്കൂ, കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫിഫ്ത്ത് ടേം ആൻഡ് 16th term. ഇതേ ഐഡിയ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. എത്ര ഡീസ് ആഡ് ചെയ്യണം? അതിന് 16 5 മൈനസ് ചെയ്താൽ മതി. എത്ര ഡീസ് ആഡ് ചെയ്യണം എന്നുള്ളത്. ഫിഫ്ത്ത് ടേമിൽ നിന്ന് 16th ടേമിലേക്ക് പോകാൻ എത്ര ഡീസാണ് ആഡ് ചെയ്യേണ്ടത്, എത്ര കോമൺ ഡിഫറൻസസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ 16 5 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 16 മൈനസ് 5. അത്രയും ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് 23 ടേംസിൻ്റെ ഡിഫറൻസ് 23നോട് എന്ത് ആഡ് ചെയ്താലാണ് 56ലേക്ക് എത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് 56 മൈനസ് 23, which implies 16 minus 5. What is 16 minus 5? 11d is equal to 56 minus 23, 33. That is d is equal to 33 by 11, which is equals 3. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. അരിത്തമെറ്റിക് സീക്വൻസ് പക്ഷേ അവിടെ നമ്മൾ ഫസ്റ്റ് ടേമിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ ഫിഫ്ത്ത് ടേമാണ് നമുക്ക് തന്നിട്ടുള്ളത് 23. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ ഫസ്റ്റ് ടേമിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ഫിഫ്ത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് പോവാം, അതുപോലെ തന്നെ 16th ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിലേക്ക് പോവാം. ഏതെന്ന് വേണമെങ്കിൽ പോവാം. പക്ഷേ നമുക്ക് കൂടുതൽ എളുപ്പം ഫസ്റ്റ് ടേമിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാണോ ആ ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് പോകാനാണ്. അതുകൊണ്ട് നമ്മൾ ഫിഫ്ത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമിലേക്ക് പോകാൻ വേണ്ടി x1 is equal to ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4 കോമൺ ഡിഫറൻസസ് മൈനസ് ചെയ്യാം. 4d which is equals ഫിഫ്ത്ത് ടേം. ഇവിടെ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 23 ആണ്. 23 മൈനസ് 4d. 4 into d is 3. 4 into 3. That is 23 minus 12. 4 into 3, 12. That is, what is 23 minus 12? Which is equals 11.
സോറി ഞാൻ താഴേക്ക് എഴുതാം 11. അപ്പോൾ 11 ആണ് അവിടുത്തെ ഫസ്റ്റ് ടേം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. ദാറ്റ് ഈസ് 11 കോമ ദെൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് എഴുതുക. 11 + 3 14, ദെൻ 14 + 3 17, നെക്സ്റ്റ് ടേം 17 + 3 20 എക്സെട്ര. ഫിഫ്ത്ത് ടേം 23 വരില്ലേ 3 ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ജനറലൈസേഷനിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 ടേംസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനിവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്നുള്ളൊരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ടേം ഡിഫറൻസ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ ഡിഫറൻസ് ആൻഡ് കോമൺ ഡിഫറൻസ്. അതിനി നമുക്കൊരു ഫോർമുലയായിട്ട് എഴുതാം. ഇനി നമ്മൾ ഇതെന്ന് മനസ്സിലാക്കിയ റിസൾട്ടിലേക്കാണ് പോകുന്നത്. ഇതെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ടേം ഡിഫറൻസ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ ഡിഫറൻസ് ആൻഡ് കോമൺ ഡിഫറൻസ്. അതായത് പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ടേം ഡിഫറൻസ് ആണ്. അങ്ങനെയാണ് തൊട്ട് മുന്നത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് എത്ര ഡി ആണ് ആഡ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പൊസിഷൻ ഡിഫറൻസ് ആണ് നോക്കുന്നത്. അത്രയും ഡീസ് ആണ് ആഡ് ചെയ്യുന്നത്. അത് എന്തിന് ഈക്വലാണ്? ടേം ഡിഫറൻസിന് ഈക്വലാണ്. ആ 2 ടേംസിൻ്റെ ഡിഫറൻസിന് ഈക്വലായിട്ടാണ് വരുന്നത്. ആ ഒരു കാര്യം നമുക്കൊരു ഫോർമുലയായിട്ട് വേണമെങ്കിൽ എഴുതാം. ഫോർ ദ ടേംസ് xm ആൻഡ് xn ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 2 ടേംസ് ആണ് xm ആൻഡ് xn. ഒന്ന് mth ടേമും മറ്റേത് nth ടേമുമാണ്. ഇങ്ങനെ 2 ടേംസ് തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിലേക്ക് എങ്ങനെ നമ്മൾ പോകും? നമുക്കറിയാം പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടേം ഡിഫറൻസ് ആണ്. ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്താ? ഇത് mth ടേം, ഇത് nth ടേം. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് m - n ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്, ദാറ്റ് ഇസ് xm - xn. അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. d is equal to xm - xn divided by m - n. അല്ലേ? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസിനെ അതിൻ്റെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 10th term of an arithmetic sequence is 23 and the 15th term is 58. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 10th term 23, 15th term 58. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് കാണാം 58 മൈനസ് 23 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് 15 ആണ് ഇതിൻ്റെ പൊസിഷൻ, ഇത് 10 ആണ്. സോ 15 മൈനസ് 10. വാട്ട് ഇസ് 58 മൈനസ് 23? ദാറ്റ് ഇസ് 35. 35 divided by 15 minus 10 is 5. What is 35 by 5? Which is equals 7. So here the common difference is 7. But the common difference is 7 ആണ്. ഇത് ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 10th ടേമും 15th ടേമും തന്നു, 23 and 58. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോമൺ ഡിഫറൻസിലേക്ക് പോയി. ടേം ഡിഫറൻസ് ആദ്യം കണ്ടു, 58 minus 23 divided by 15 minus 10 which is equals 35 by 5 which is equals 7. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 50th ടേം കാണാം. 50th ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമില്ല. 50th ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 15th ടേമിനോട് 15നോട് എന്ത് ആഡ് ചെയ്താലാണ് 50ലേക്ക് എത്തുന്നത്? ദാറ്റ് ഇസ് 35. 35 ഡീസ് ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് 15th ടേം. വാട്ട് ഇസ് 15th ടേം? 58 പ്ലസ് 35 ഇൻറ്റു ഡി 7. 35 sevens ആഡ് ചെയ്യണം. 35 sevens പറയുമ്പം 210 പ്ലസ് 35 245.
that is 58 plus 245, that is 303. ഇങ്ങനെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് കോമൺ ഡിഫറൻസ് കാണുകയും എന്നിട്ട് വേറെ ടേമിലേക്ക് പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. ഇതിൻ്റെ കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേറെ 1-2 കാര്യങ്ങളും കൂടെ ഇതിൽ അരിത്തമെറ്റിക് സീക്വൻസായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഐഡിയ യൂസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഒരു നമ്പർ ഒരു സീക്വൻസിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് നമ്മൾ ഇപ്പോൾ ഈ മനസ്സിലാക്കിയ ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസ് 101 എ ടേം ഓഫ് ദ സീക്വൻസ് 3, 14, 25, 36 എക്സെട്ര. ഈ സീക്വൻസിലെ ടേം ആണോ 101 എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈസ് 101 എ ടേം ഓഫ് ദ സീക്വൻസ് 3, 14, 25, 36 എക്സെട്ര. ഇതിലെ ടേം ആണോ 101 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സീക്വൻസിലെ ടേംസ് ഒക്കെ എഴുതി നോക്കുക എന്നുള്ളത് അത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ എഴുതി നോക്കിയിട്ട് നമുക്ക് 101 ഇതിലെ ടേം ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഐഡിയ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് 101 ടേം ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ടേംസിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ടേം ഡിഫറൻസ് ഇസ് ഓൾവേസ് എ പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ ഡിഫറൻസ് ആൻഡ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ നമ്പർ ആയിരിക്കും. കാരണം പൊസിഷൻസ് ഒക്കെ നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നതും നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അതായത് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്ന് പറയാം. അതായത് പൊസിഷൻ ഡിഫറൻസ് മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് എന്ന് പറയാം നമുക്കിന്ന്. പൊസിഷൻ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 101 ടേം ആണെങ്കിൽ ആ 101ഉം ഈ സീക്വൻസിലെ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അത് സീക്വൻസിലെ ടേം ആണെങ്കിൽ ആ ടേം ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഹിയർ ദ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 11 അല്ലേ. 3നോട് 11 ആഡ് ചെയ്യുമ്പോൾ 14 + 11 25 + 11 36 അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. നമ്മൾ പറഞ്ഞ 101 എന്ന് 101 ആണ് ടേം ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഇതിലൊരു ടേം മൈനസ് ചെയ്ത് നോക്കുക. 101 - 3. വാട്ട് ഇസ് 101 - 3? വിച്ച് ഇസ് ഈക്വൽസ് 98. വി നോ ദാറ്റ് 98 ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. 99 ആണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് അല്ലേ. 99 ആണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. 98 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് നമുക്ക് എപ്പോഴും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ സമയത്ത് അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം, therefore 101 is not a term. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു നമ്പർ സീക്വൻസിലെ ടേം ആണെന്ന് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. നമുക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിന്ന് സീക്വൻസിൽ ഒരു ടേം മൈനസ് ചെയ്യുന്നു. കിട്ടുന്ന വാല്യൂ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നു. കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് തന്നിട്ടുള്ള വാല്യൂ സീക്വൻസിലെ ടേം ആണ്. അങ്ങനെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ടേം. അങ്ങനെ എഴുതാം. ഇവിടെ 98 ആണ് ഡിഫറൻസ് കിട്ടിയത്. സോ 101 ഇസ് നോട്ട് എ ടേം. ആ രൂപത്തിലാണ് അത് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കൺസിഡർ ദ സീക്വൻസ് 15, ഞാൻ താഴേക്ക് എഴുതാം. 15, then 20, 25, etc. 155. How many terms are in this sequence? How many terms are there
ഇൻ ദ സീക്വൻസ്. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് അതിൽ എത്ര ടേംസ് ഉണ്ട് നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ ഒരു സീക്വൻസിനെ പറ്റി പറഞ്ഞിട്ട് അതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതേ ഐഡിയ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 15. പിന്നെ ലാസ്റ്റ് ടേം ഇവിടെ വന്നിട്ടുള്ളത് 155 ആണ്. 155. അപ്പോൾ ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ എത്ര ടേം ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും. അല്ലേ? പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേംസാണ് സീക്വൻസിൽ ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് ടേം നമുക്ക് അറിയില്ല. അത് നമ്മളൊരു n ആയിട്ട് എടുക്കുക. nth ടേം ആണെന്ന് വിചാരിക്കും ലാസ്റ്റ് ടേം. xn ഇസ് ഈക്വൽ ടു 155. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാം. ടേം ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഇവിടെ പൊസിഷൻ ഡിഫറൻസ്, ഇവിടുത്തെ കോമൺ ഡിഫറൻസും കൂടെ നമുക്ക് എഴുതാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 15 + 5 ആണ് 20. സോ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് ഇതിൻ്റെ ടേം പൊസിഷൻ ഡിഫറൻസ്, ഇവിടെ n ആണ് പൊസിഷൻ, ഇവിടെ 1 ആണ്. ദാറ്റ് ഇസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. അല്ലേ? ടേം ഡിഫറൻസ് ഇവിടെ nth ടേം മൈനസ് ഫസ്റ്റ് ടേം, ഇങ്ങനെയാണ്. സോ n-1 ഇൻറ്റു ഹിയർ d is equal to 5. So n-1 into 5 is equal to 155 minus 15. That is n-1 into 5 is equal to -1 bracket 155 minus 15. What is 155 minus 15? 140. That is n-1 is equal to 140 divided by 5. 140 divided by 5. That is n-1 is equal to, what is 140 by 5? 28. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഡബിൾ ആക്കിയാൽ മതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പിന്നെ 14 ഉണ്ടാവുക. 14 ഡബിൾ 28. സോ n-1 is equal to 28, which is n. That means n is equal to, ഈ -1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, 28 + 1, which is equals 29. That is n is equal to 28 + 1, which is equals 29. ഇവിടെ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് എഴുതിയത്. അപ്പോൾ n is equal to 29. That means the sequence consists of 29 terms. The sequence has 29 terms. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള കോമൺ ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും ടേം ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സീക്വൻസ് എഴുതാനും സീക്വൻസിലെ വേറെ ടേംസും കാൽക്കുലേറ്റ് ചെയ്തു. അത് യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ സീക്വൻസിലെ ടേം ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതേ ഐഡിയ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു.